വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് സ്വാഗതം. പതിവ് പോലെ നിഫ്റ്റി തന്നെ നമുക്ക് ആദ്യം പരിശോധിക്കാം. ഇന്ന് ഏതാണ്ട് 45 പോയിന്റിലധികം ഗ്യാപ്പപ്പിൽ ഓപ്പൺ ആയ നിഫ്റ്റി ഇന്ന് ഒരു പുതിയ ഹിസ്റ്റോറിക്കൽ ഹൈ, അതായത് ഓൾ ടൈം ഹൈ തന്നു. ഇതുവരെ ഉണ്ടായിരുന്നത്, അതായത് കഴിഞ്ഞ മാസം രേഖപ്പെടുത്തിയിരുന്നത് 22,775.7 എന്ന ഹൈ ആയിരുന്നു. ഇന്ന് കൃത്യമായും ഒരു 7 പോയിന്റിൽ അധികം മാത്രം പ്ലസ് കൂടുതലായി രേഖപ്പെടുത്തിക്കൊണ്ട്, അതായത് 22,783.35 എന്ന ഹൈ രേഖപ്പെടുത്തിയതിനു ശേഷം പതിവ് പോലെ ആ ഏരിയയിൽ സ്ട്രോങ് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിനാൽ തുടർന്ന് വളരെ വലിയ ഒരു ഫാളാണ് സംഭവിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകും ഓപ്പണിംഗിൽ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകുകയാണെങ്കിൽ, ഞാൻ പതിവ് പോലെ ക്ലോസ് ചെയ്ത് അവിടെ തന്നെ ഓപ്പൺ ആകുന്നത് എന്ന രീതിക്കായിരുന്നു ഞാൻ എപ്പോഴും എൻ്റെ ട്രേഡ് പ്ലാൻ ചെയ്യാറ്. അപ്പോൾ ഈ ഏരിയയിൽ ഓപ്പണായി ഇവിടെ എത്തുമ്പോൾ തന്നെ, ഞാൻ ഈ ഓപ്പണിംഗ് ഇവിടെ പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ ലെവലിന് മുകളിൽ 22,710 എന്ന ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ, ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഈ ലെവലിലോട്ട് 22,650 എന്ന ലെവലിലോട്ട് ഇറങ്ങി വന്നേക്കുമെന്ന്. എന്നാൽ ഇവിടെ നിന്നും ഓപ്പണായ നിഫ്റ്റി അപ്പോൾ തന്നെ ഒരു ചെറിയ ലോ തന്നു. വീണ്ടും ആ ഉയർച്ച തന്നതിന് ശേഷം അവിടുന്ന് ചെറിയ ഒരു കറക്ഷൻ തന്ന് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 22,672 എന്ന ലെവലിൽ വന്ന് സപ്പോർട്ട് എടുക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. തുടർന്ന് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്പോർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്തവർക്ക് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്പോർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്തിരുന്നുവെങ്കിൽ അവിടെ നിന്നും വളരെ നല്ല ഒരു അപ്പ് മൂവ്മെന്റ് തന്നെയാണ് ലഭിച്ചിരുന്നത്. കൃത്യമായും ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റന്റ് സോണുകൾ രേഖപ്പെടുത്തിയിരുന്നതുകൊണ്ട് എനിക്ക് ഈ ഏരിയയിലെല്ലാം എക്സിറ്റ് ആയി വീണ്ടും എൻ്റർ ആവാൻ, ഇവിടെ എക്സിറ്റ് ആയെങ്കിലും ഇവിടെ നിന്നും ഒരു എൻ്റർ ആയി ഇവിടെ എക്സിറ്റ് ആയെങ്കിലും അപ്പോഴും പോയതിനു ശേഷം വീണ്ടും വന്ന് അതേ പ്ലേസിൽ ഒരു സപ്പോർട്ട് എടുക്കുമ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസിൽ നിന്നുകൊണ്ട് എനിക്ക് എൻ്റർ ആവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അവിടെ നിന്നും കടന്ന് കൃത്യമായും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന റെസിസ്റ്റൻസിൽ വന്നു. അവിടെയും ടാർഗറ്റ് കവർ ചെയ്ത് വീണ്ടും വെയിറ്റ് ചെയ്യുമ്പോൾ ഇതേ ഏരിയയിൽ ഒരിക്കൽ കൂടി വന്നു. എന്നാൽ അത് കൺസോളിഡേഷൻ ആയിരുന്നു നൽകിയിരുന്നത്. ഈ ഏരിയയിൽ നിന്നും എൻ്റർ ആയിരുന്നെങ്കിൽ പോലും ഈ സ്റ്റോപ്പ് ലോസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എൻ്റർ ആകുമ്പോഴും ഇവിടെ ഈ ഏരിയയിൽ മാത്രം വന്ന് ഒരു കൺസോളിഡേഷൻ ആണ്. അപ്പോൾ പ്രീമിയം DK നന്നായി മെൽറ്റിംഗ് നന്നായി അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. എന്നാൽ ഈ ഏരിയയിൽ തീർച്ചയായും കൺസോളിഡേഷൻ ആയിരിക്കും എന്നുള്ളതും ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുശേഷം വീണ്ടും പ്രൈസ് ഈ ലെവലിൽ നിന്നും ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു റിവേഴ്സ് വന്ന് പുതിയ ഹൈ തന്ന് അവിടെ ഹോൾഡ് ചെയ്യാനാവാതെ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചാൽ 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണിൽ തന്നെ പരിശോധിച്ചാൽ പോലും നമ്മൾക്ക് തിരിയും പ്രൈസ് അപ്വേർഡ് പോയി. എന്നാൽ വീണ്ടും ഇവിടെ ബയേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും ഇതിനു മുകളിൽ ക്ലോസ് ചെയ്യാൻ കഴിയാതെ പ്രൈസ് ഈ ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ എൻ്റർ ആവുക എന്ന് പറയുന്നത് ടൈം പോയതുകൊണ്ട് പലരും വെയിറ്റ് ചെയ്തേക്കാം. ഇനി അപ്പോൾ മാർക്കറ്റ് അവസാനിക്കാൻ അധികം നേരമില്ലാത്തത് കൊണ്ടും ഇവിടെ ഒരു കൺസോളിഡേഷൻ വരികയും പുതിയ ഹൈ തരികയും ചെയ്തുകൊണ്ട് കൺഫ്യൂഷൻ ആയിരുന്നിരിക്കാം. എന്നാൽ അധികം പേർക്കും ഈ ട്രേഡ് എൻ്റർ ആവാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ ഈ ഏരിയയിൽ നിന്നും ഈ കൺസോളിഡേഷൻ വന്ന് എടുത്ത ട്രേഡ് ഇവിടെ എക്സിറ്റ് ആയി. എന്നിട്ട് നോ ലോസ് നോ ഗെയിൻ എന്ന രീതിയിലാണ് എക്സിറ്റ് ആയിരുന്നത്. അതിനുശേഷം മാർക്കറ്റ് വാച്ച് ചെയ്യുകയാണ് ചെയ്തത്. പുതിയ ഹൈ തന്നപ്പോൾ വീണ്ടും ഇവിടെ വന്ന് ഒരു ഡിക്ലൈൻ തന്ന് ഇതിനു മുകളിൽ പോയി ഈ ഏരിയയിൽ പ്രൈസ് നിൽക്കുമ്പോൾ ഞാനുമായി ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സുഹൃത്തുക്കളോട് ഇനി ഇതിനു മുകളിൽ ഒരു പുതിയ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ അപ്വേർഡ് മൂവ്മെന്റ് ഉള്ളൂ എന്ന് പറയുകയും ചെറിയ പേഴ്സണൽ ആവശ്യങ്ങൾക്കായി മാറിപ്പോവുകയും ചെയ്തുകൊണ്ട് ഈ ഫാള് ഞാൻ കണ്ടതേ ഇല്ല. അതുകൊണ്ട് എനിക്കത് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായിരുന്നാലും ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞവർക്ക് എൻ്റർ ആവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ വളരെ നല്ല ഒരു ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ടാകാം. എന്തായിരുന്നാലും അത് അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വലിയ ഫാളിന് ശേഷം നാളെ എന്തായിരിക്കണം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ? നാളെ മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ എന്തായിരിക്കണം അടുത്ത ദിവസത്തെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അടുത്ത ദിവസത്തേക്ക് വേണ്ടി ഞാൻ എൻ്റെ ആദ്യത്തെ റെസിസ്റ്റൻസ് പ്രാഥമികമായി ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ പ്രാഥമികമായി നമുക്ക് ലഭിച്ചേക്കാവുന്ന ഒരു റെസിസ്റ്റന്റ് എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 22,629 എന്ന ലെവലാണ്. അതുപോലെ തന്നെ ആദ്യമേ ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോൺ എന്ന ലെവലിൽ ഇന്നത്തെ ലോ ആയ 22,567 എന്ന ലെവലിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണ് എങ്കിൽ
പ്രൈസ് ആക്ഷൻ പ്രകാരം അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ, ഇത്രയും വലിയ ഫാളൊക്കെ തന്നെങ്കിലും അടുത്ത ദിവസം ഓപ്പൺ ആകുമ്പോൾ ഇവിടെ നിന്നും ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ രാവിലെ തന്നെ തരുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ അഥവാ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ വന്ന് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ, ഒരു ഡൗൺ മൂവ്മെന്റിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണ് എങ്കിൽ, പ്രൈസ് ആക്ഷൻ പ്രകാരം അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ വീണ്ടും കോള് തന്നെ വാങ്ങി ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് താൽക്കാലികമായി അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്തേക്കാമെന്ന് പ്രതീക്ഷിക്കുകയും തുടർന്ന് മുകളിലോട്ടുള്ള ടാർഗറ്റുകൾ പ്രതീക്ഷിക്കും. അപ്പോൾ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് 22,656, 679, 715 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. എങ്കിലും ഈ ഏരിയ 763 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ റെസിസ്റ്റന്റ് സോൺ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ആ ഏരിയയ്ക്ക് മുകളിൽ വന്ന് ക്ലോസ് ആവുക, ഈ പുതിയ ഉയരം തരിക എന്ന് പറയുന്നത് അല്പം റിസ്ക് ആയേക്കാം. എങ്കിലും പുതിയതായിട്ട് വീണ്ടും അപ്വേർഡ് തന്നെ പ്രൈസ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അടുത്ത മാസം മെയ്, നെക്സ്റ്റ് മന്തിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. മാസം അപ്വേർഡ് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ ലെവലിന് മുകളിൽ, ഇന്നത്തെ ഹൈക്ക് മുകളിൽ ഒരു 1 അവർ ക്യാൻഡിലെങ്കിലും ക്ലോസ് ആവേണ്ടതുണ്ട്. അപ്പോൾ അത്രയും വലിയ ഒരു ന്യൂസ് ഉണ്ടായാൽ മാത്രമാണ് ഈ ഫോളിന് കണക്കായ ഒരു അപ്വേർഡ് മൂവ്മെന്റ് ഉണ്ടാകൂ എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായിരുന്നാലും ഇനി ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിക്കുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം അല്ലെങ്കിൽ ഈ ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് 22,629 എന്ന ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ കൃത്യമായും ക്ലോസ് ആകുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ അപ്പോൾ വീണ്ടും ഒരു ചെറിയ മൂവ് കിട്ടിയാൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ, അതായത് 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഡൗൺവേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്യും. അതായത് ഒരു PE ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എങ്കിലും ആ ലോയ്ക്ക് താഴെ വീണ്ടും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ പ്രൈസ് ഡിക്ലൈൻ ഡൗൺവേർഡ് തന്നെ സഞ്ചരിച്ചേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ കണക്കാക്കാവുന്ന ടാർഗറ്റുകൾ, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റുകളാണ് 22,529, 22,486, 22,455 എന്നീ ലെവലുകൾ. എന്നാൽ 22,455 ഒക്കെ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായാണ് ഞാൻ കണക്കാക്കുന്നത്. അതായത് അവിടെ നിന്നൊക്കെ പ്രൈസിന് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് അപ്വേർഡ് മൂവ് ചെയ്യാൻ കഴിയും. അത് നമ്മൾ കൃത്യമായി വാച്ച് ചെയ്ത് തന്നെ വേണം. അങ്ങനെയെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പ്രൈസ് അപ്വേർഡ് സഞ്ചരിക്കുകയാണെന്ന് ഫീൽ ചെയ്താൽ ആ ഒപ്പം ചേരാവുന്നതാണ്. അപ്പോൾ ഇതിനു താഴെ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഡൗൺവേർഡ് വരികയാണെങ്കിൽ 22,413, 22,384 എന്നീ ലെവലുകളാണ് പിന്നീട് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് അടുത്തതായി നമ്മളുടെ ലെവലുകൾ എന്ന് പരിശോധിച്ച് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും ഇന്നത്തെ ലോ തന്നെയാണ് ഞാൻ ആദ്യമായി ലഭിക്കുന്ന സപ്പോർട്ട് എന്ന ലെവലിൽ രേഖപ്പെടുത്തിയത്. അത് 49,248 എന്ന ലെവലാണ്. അതുപോലെ തന്നെ ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റൻസ് ആയി 49,462 എന്ന ലെവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ഇവിടെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ പ്രകാരം അപ്വേർഡ് ഡയറക്ഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം ലഭിക്കുന്നതെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ ഓർ ഈ ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇതിനു മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ഡൗൺ മൂവ്മെന്റിൽ ചെറിയ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് തന്നെ സഞ്ചരിക്കുമെന്ന് ആണ് ഒരു ഫീലാണ് തരുന്നതെങ്കിൽ, അങ്ങനെ ഒരു കൺവിക്ഷൻ ആണ് തരുന്നതെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനു മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ പ്രൈസ് മൂവ് ചെയ്തേക്കാം എന്ന് കണക്കാക്കുകയും തുടർന്ന് ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന 49,703, 49,878 എന്ന ലെവലുകൾ പ്രതീക്ഷിക്കും. എന്നാൽ ഈ 878 അല്പം സ്ട്രോങ് ആയ റെസിസ്റ്റന്റ് സോണായാണ് ഞാൻ കാണുന്നത്. അപ്പോൾ പുതിയ ഉയരം തരണമെങ്കിൽ ഇതിനു മുകളിൽ കടന്ന് ഈ 49,977 എന്ന് പറയുന്ന ലെവലുകൾ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യണം. ഇത് വളരെ മുമ്പേ കഴിഞ്ഞ പ്രാവശ്യം മാർക്കറ്റ്
നമുക്ക് ഒരു പുതിയ ഹൈ തരുമ്പോൾ തന്നെ രേഖപ്പെടുത്തിയ ടാർഗറ്റുകളായിരുന്നു. അതിലൊന്നും ഞാൻ കഴിഞ്ഞ ദിവസവും ഒരു മാറ്റവും വരുത്തിയിരുന്നില്ല. പഴയ വീഡിയോ പരിശോധിച്ചാൽ നിങ്ങൾക്ക് തന്നെ കാണാം. ഇന്നും കൃത്യമായി ആ ലെവലുകൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനി പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് 50,253 പ്രൈസ് ബാങ്ക് നിഫ്റ്റി ഒരു അപ്വേർഡ് ഡയറക്ഷണൽ മൂവ് ചെയ്യുകയാണെങ്കിൽ. എന്നാൽ ഈ ലെവലിൽ നിന്നും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം സെല്ലിംഗ് ഡയറക്ഷനാണ് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിക്കുന്നതെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷൻ, അതായത് PE ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം അല്ലെങ്കിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ബേസ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കൃത്യമായി പരിഗണിച്ചുകൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്യും. അപ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന സപ്പോർട്ട് സോണുകൾ, അതായത് പുട്ട് ഓപ്ഷന്റെ ടാർഗറ്റുകളായി കാണാൻ പറ്റുന്നത് 48,981, 48,693, 48,514 എന്നീ ലെവലുകളാണ്. അതിൽ 48,693 ഒക്കെ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടുകളായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നോക്കി ട്രേഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. വളരെ വലിയൊരു ഫാളാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലും സംഭവിച്ചത്. അത് എല്ലാ ഇൻഡെക്സുകളിലും അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തതായി സെൻസെക്സിൽ എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. സെൻസെക്സിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ആദ്യമായി ലഭിച്ചേക്കാവുന്ന സപ്പോർട്ടായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് 74,346 ആണ്. അതുപോലെ തന്നെ ആദ്യമായി ലഭിക്കേണ്ടുന്ന റെസിസ്റ്റന്റ് ആയി പ്രധാനമായി ഞാൻ കാണുന്നത് 74,622.95 23 എന്ന ലെവലാണ്. എന്നാൽ ഇത് ഇത്രയും റേഞ്ച് ഉള്ളതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ വളരെ വേഗത്തിൽ വളരെ റേഞ്ച് മൂവ് ചെയ്യുന്നതാണ്. എങ്കിലും ഇത്രയും റേഞ്ച് ഉള്ളതുകൊണ്ട് അതിനിടയിൽ വീണ്ടും 74,494, അതായത് 74,500 എന്ന ലെവൽ ഒരു റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കുകയാണ് എങ്കിൽ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ, പ്രൈസ് ആക്ഷൻ പ്രകാരം അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ആണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ, അത് അങ്ങനെ ഒരു കൺവിക്ഷൻ ആണ് ലഭിക്കുന്നതെങ്കിൽ, അതുവരെ രേഖപ്പെടുത്തിയ ലോ ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി സ്ട്രിക്റ്റ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണെങ്കിലും ആദ്യമായി ഈ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്താൽ പോലും ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണെങ്കിലും തുടർന്ന് ഈ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് പ്രൈസ് അപ്വേർഡ് ഒരു ഡയറക്ഷൻ നൽകിയേക്കാം എന്ന് എനിക്ക് ഫീൽ ചെയ്യുക. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ റെസിസ്റ്റന്റ് സോണുകൾ, അതായത് കോൾ ഓപ്ഷൻ വാങ്ങുകയാണെങ്കിൽ ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് 74,716, 74,807, 74,885, 75,040 എന്നിങ്ങനെയാണ്. എങ്കിലും ഈ ഏരിയ അല്പം സ്ട്രോങ് ആയ റെസിസ്റ്റൻസ് ആണ്. ആ ഏരിയയിൽ എത്തുമ്പോൾ സെല്ലിംഗ് വന്നേക്കാം. എന്നാൽ പുതിയ ഉയരം തരണമെങ്കിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഈ ഹൈക്ക് മുകളിൽ 75,115 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് 1 അവർ ക്യാൻഡിൽ ക്ലോസ് ആവണം എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം അഥവാ അതിന് തൊട്ട് മുകളിൽ ഉള്ള റെസിസ്റ്റൻസ് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് ആദ്യത്തെ സപ്പോർട്ടായി രേഖപ്പെടുത്തിയ 74,346 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ കൃത്യമായി ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നുവെങ്കിൽ വീണ്ടും ഒരു പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണെങ്കിലും അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഡൗൺവേർഡ് തന്നെ സഞ്ചരിച്ചേക്കാം എന്ന് കരുതും. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന സപ്പോർട്ടുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് 74,205, 74,124, 73,965, 73,741 എന്നിങ്ങനെയാണ്. എങ്കിലും ഈ തിക്ക് ബ്ലൂ ലൈൻ രേഖപ്പെടുത്തിയല്ല പ്രധാന സപ്പോർട്ട് സോണുകൾ ആയി തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ആ ഏരിയയിലോട്ട് എത്തുമ്പോൾ തന്നെ ടാർഗറ്റുകൾ ബുക്ക് ചെയ്ത് വീണ്ടും കിട്ടുന്ന അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അപ്പോൾ രേഖപ്പെടുത്തുന്ന ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് വീണ്ടും സെല്ലിംഗ് തിരഞ്ഞെടുത്ത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. അഥവാ അതിന് തൊട്ട് മുകളിലുള്ള സപ്പോർട്ട് റെസിസ്റ്റന്റ് സോണുകളും സ്റ്റോപ്പ് ലോസ് പോയിന്റുകളായി കണക്കാക്കാവുന്നതാണ്.
ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഗുണകരമായി തോന്നുന്നുവെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. ആദ്യമായി കടന്നു വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കൃത്യമായും വീഡിയോയുടെ അടിയിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ ആ ലിങ്കിൽ കൂടി നമ്മുടെ ചാനൽ പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ ഞാൻ എൻ്റെ ട്രേഡിംഗ് ലെവലുകൾ സാധ്യമാകുന്ന സമയത്തെല്ലാം പോസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനും ആ ചാനൽ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസവും നല്ല ഒരു ട്രേഡിംഗ് അവസരങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.